Good afternoon. Good afternoon, ma'am. Okay, Avani, good afternoon. Avaniനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ പറ്റി ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? Good afternoon, ma'am. Okay, so Lakshmi, good afternoon. Dimsi, okay. Manini, okay. ഇല്ലായിരുന്നു. ഇല്ലായിരുന്നില്ലാന്ന് മനസ്സിലായി ക്ലാസ് കണ്ടപ്പോ. Okay. എന്ത് പറ്റി? Okay, Neelima, good afternoon. Radiology exam ആണ് next month. Okay, okay. അതിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും അല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു. അവിടെ നമുക്കപ്പം ക്ലാസ് എടുക്കട്ടെ. ആ ചാപ്റ്റർ ഞാൻ തന്നെ എടുക്കാണ് കേട്ടോ, അത് ഷെയർ ചെയ്യുന്നില്ല. ബാക്കിയുള്ള ഭാഗങ്ങള് എടുക്കാണ് കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ആക്ട്സ് റിലേറ്റഡ് ടു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അല്ലെ, നമ്മുടെ ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നായിരുന്നു, ഓക്കെ ശരണ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. ആദ്യത്തെ എന്തായിരുന്നു? ID ആക്ട് അല്ലെ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ആ ഒരു ആക്ടിനെ പറ്റി നമ്മൾ ഡിപ്ലോമയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പിന്നെ WC ആക്ട് എന്ന് പറഞ്ഞാല് എന്താണ്? വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് അല്ലെ, തൊഴിലാളികളുടെ നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് WC ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ESI ആക്ട്. ESI ആക്ടിനെ പറ്റിയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ESI ആക്ട് ഏത് വർഷമായിരുന്നു ESI ആക്ട് നിലവിൽ വന്നത്? ഓർമ്മയുണ്ടോ? ഏത് വർഷമായിരുന്നു ESI ആക്ട് നിലവിൽ വന്നത്? നോക്കൂ നോക്കിയേ, ഏത് വർഷമായിരുന്നു ESI ആക്ട്? മെഡിക്കൽ ഇൻഷുറൻസിലും പഠിച്ചിട്ടുണ്ട്, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിലൊക്കെ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ് ESI ആക്ട്? ആർക്കും അറിയില്ലേ? മോശമായി പോയല്ലോ. ഓക്കെ, കറക്റ്റ് ആണ്. 1948 അല്ലെ, 1948. ഓക്കെ, അത് കറക്റ്റ് ആണ്. ട്രാൻസ്ലേഷൻ ഓർമ്മയുണ്ട് അല്ലെ? ഓക്കെ, 1948 ESI ആക്ട് നിലവിൽ വന്നത്. നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. പ്രധാനമായിട്ടും ഫാക്ടറി തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് അല്ലെ. അതായത് വ്യാവസായിക തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ സംബന്ധമായിട്ട് അസുഖമോ പരിക്കോ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങള് അല്ലെ, അതായത് ഈ പറയുന്ന പണമായിട്ടും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ESI ആക്ട് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വ്യാവസായിക തൊഴിലാളികളെയാണ് അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ESI ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ മാസ വരുമാനം 21,000 രൂപയില് അല്ലെ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമാണ് ESIയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്താൽ മതി. അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആക്ട് ആണ് അല്ലെ. അതായത് പണമായിട്ടും അല്ലാതെയും ഒക്കെ ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് ESI ആക്ട്. കാര്യം നമ്മളത് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചിട്ടുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ESIനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് അത് വീണ്ടും പറയുന്നില്ല കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. വർഷം ഓർത്തു വെക്കാം, 1948. അടുത്ത വരുന്നതാണ് ട്രേഡ് യൂണിയൻ ആക്ട് ആണ് കേട്ടോ. ഇതാണ് ട്രേഡ് യൂണിയൻ ആക്ട്. ജസ്റ്റ് അവിടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയല്ലേ ട്രേഡ് യൂണിയൻ ആക്ട്. പ്രത്യേകിച്ച് എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയല്ലേ. ഓക്കെ, ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം എന്താണ് ട്രേഡ് യൂണിയൻ ആക്ട് അല്ലെ. ഓക്കെ, ട്രേഡ് യൂണിയൻ ആക്ട് വന്നിട്ടുള്ള വർഷം 1926 കേട്ടോ. 1926 ആണ് കേട്ടോ. 1926 ട്രേഡ് യൂണിയൻ ആക്ട് നിലവിൽ.
എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? യൂണിയൻസ് അല്ലെ, ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ തൊഴിലുടമകളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഒരു സംഘടനയാണ് ട്രേഡ് യൂണിയൻ. നമുക്കറിയാം എല്ലാത്തിനും യൂണിയൻസ് ഉണ്ട് അല്ലെ. ഡോക്ടേഴ്സിന് യൂണിയൻസ് ഉണ്ട് അല്ലെ, നഴ്സസിനുണ്ട് യൂണിയൻസ്, മറ്റു മെഡിക്കൽ അനുബന്ധ ജീവനക്കാർക്കൊക്കെ ഇതുണ്ട്, യൂണിയനുകളുണ്ട് അല്ലെ. അപ്പൊ ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ ജനറലി എന്താണ്? ഇതിൽ തൊഴിലുടമകളുടെയോ അല്ലെങ്കിൽ ജീവനക്കാരുടെയോ അല്ലെ തൊഴിലാളികളുടെ ഒരു സംഘടനയാണ് ട്രേഡ് യൂണിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേഡ് യൂണിയൻ സ്ഥാപിതമായിട്ടുള്ളത്? ഈ പറയുന്ന തൊഴിലാളികൾക്ക് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന്, അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള യൂണിയനുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അല്ലെ. നമ്മൾ എന്തിനൊരു യൂണിയൻ സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആവശ്യങ്ങളും മറ്റും നമുക്ക് മാനേജ്മെന്റിനോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലെ. അതായത് തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ലഭിക്കേണ്ട ആ ഒരു ആനുകൂല്യങ്ങള് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ട്രേഡ് യൂണിയനുകൾ സ്ഥാപിച്ചത്. അപ്പോ അങ്ങനെയുള്ള ട്രേഡ് യൂണിയനുകളുടെ നിയന്ത്രണം, അതിന്റെ സംരക്ഷണം, അതിന്റെ നടത്തിപ്പ്, ഇതെല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ട്രേഡ് യൂണിയൻ ആക്ട് 1926. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അത്തരം ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, അത്തരം ട്രേഡ് യൂണിയനുകളെ സംരക്ഷിക്കുക, അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക, അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആക്ടാണ് ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. വർഷം എന്നാണ്? 1926 1926 ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത്രയും മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും അതിനകത്ത് നോക്കണ്ട. ട്രേഡ് യൂണിയൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, എന്തിനു വേണ്ടിയിട്ടാണ് അത് സ്ഥാപിതമായിട്ടുള്ളത്, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു ആക്ടാണ് ട്രേഡ് യൂണിയൻ ആക്ട്. എന്തുകൊണ്ട് അത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡോക്ടേഴ്സിന് യൂണിയൻ ഉണ്ട്, നഴ്സസിനൊക്കെ യൂണിയൻസ് ഉണ്ട്, അതെല്ലാം തന്നെ ഇതിന് ബാധകമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സാലിയന്റ് പോയിന്റ്സ് ഇൻ എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ്. അതാണ് സാലിയന്റ് പോയിന്റ്സ് ഇൻ എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ്. അപ്പോ മെഡിക്കോ ലീഗൽ കേസ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എന്ത് പറയും? MLC എന്ന് പറയും അല്ലെ. MLC അല്ലെ, MLCയുടെ ഫുൾ ഫോം ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ, പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. മെഡിക്കോ ലീഗൽ കേസ്, മെഡിക്കോ ലീഗൽ കേസ് എന്താണെന്നുള്ളതും നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചു. എവിടെയായിരുന്നു? കുറെ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, എന്താണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന അത്തരം കേസുകളെ നമുക്ക് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാല് ലോ എൻഫോഴ്സിംഗ് ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ്. പോലീസ്, കോടതി, അങ്ങനെയുള്ള എന്താണ് നീതി നിർവഹണ ഏജൻസികളുടെ, ലോ എൻഫോഴ്സിംഗ് ഏജൻസികളുടെ എന്താണ് അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന കേസുകൾ അല്ലെ. അതൊരു പരിക്കേറ്റ കേസുകളാവാം, ഡിസീസ്ഡ് ആയിട്ടുള്ള കേസുകൾ, എന്തുമാവട്ടെ, അതൊക്കെ മെഡിക്കോ ലീഗൽ കേസ്. പിന്നെ നമ്മൾക്കറിയാം മെഡിക്കോ ലീഗൽ കേസിന് എക്സാമ്പിളുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സൂയിസൈഡ്, കൊലപാതകങ്ങള്, അതുപോലെ തന്നെ ഭക്ഷ്യവിഷബാധ, അതുപോലെ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഹോമിസൈഡ്, ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. സ്നേക് ബൈറ്റ്, അനിമൽ അറ്റാക്ക്, ഇതൊക്കെ എന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്? മെഡിക്കോ ലീഗൽ കേസുകളായിട്ടാണ് കണക്കാക്കുന്നത്. കാര്യം അത് കൃത്യമായിട്ട് മെഡിക്കോ ലീഗൽ കേസുകളുടെ എക്സാമ്പിളുകൾ നമ്മളൊരു 10-15 എണ്ണം അല്ലെ ത്തോളം നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഡിപ്ലോമയ്ക്ക് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മെഡിക്കോ ലീഗൽ കേസിന്റെ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട ചില നിർണായക ഘടകങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതൊന്നും കാണാണ്ട് പഠിക്കേണ്ട കാര്യങ്ങളല്ല, പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രൊസീജിയറുകളാണ് അവിടെ ചെയ്യുന്നത്, അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഒരു മെഡിക്കോ ലീഗൽ കേസിന്റെ പരിശോധനയില് പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട ചില നിർണായക ഘടകങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സാലിയന്റ് പോയിന്റ്സ് ഇൻ എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ഇതാണ്: ദിസ് മേ ബി നോട്ടഡ് ദാറ്റ് all injury patients brought by the police or somebody else must be made medico-legal if not registered as MLC elsewhere. ഇതാണ് അവിടെ പറയുന്നത്.
അതായത് ഒരു പോലീസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരുന്ന പരിക്കേറ്റ രോഗികളെല്ലാം തന്നെ ഈ പരിക്കേറ്റ കേസുകളെല്ലാം തന്നെ നമ്മൾ മെഡിക്കോ ലീഗൽ കേസായിട്ട് കണക്കാക്കി. മനസ്സിലായോ? അതായത് ഒരു പോലീസോ മറ്റാരെങ്കിലും കൊണ്ടുവരുന്ന പരിക്കേറ്റ രോഗികളുടെ എല്ലാ കേസുകളും നമ്മൾ മെഡിക്കോ ലീഗൽ കേസായിട്ടാണ് കണക്കാക്കേണ്ടത്. ഒരു കണ്ടീഷന് കൂടെ പറയുന്നത് ഇഫ് നോട്ട് രജിസ്റ്റേർഡ് ആസ് MLC ആയിട്ട് മറ്റെവിടെയെങ്കിലും MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം ഒരു പോലീസോ മറ്റാരെങ്കിലും കൊണ്ടുവരുന്ന പരിക്കേറ്റ കേസുകളെല്ലാം തന്നെ മെഡിക്കോ ലീഗൽ കേസായിട്ട് കണക്കാക്കാം. മനസ്സിലായോ പറഞ്ഞത്? അതായത് മറ്റെവിടെയെങ്കിലും MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ കൊണ്ടുവരുന്ന ഏതൊരു കേസും ഫ്രഷ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു പോലീസ് ആവാം, ചിലപ്പോൾ മറ്റാരെങ്കിലും ആവാം, അല്ലെ? അങ്ങനെ കൊണ്ടുവരുന്ന പരിക്കേറ്റ കേസുകളെല്ലാം തന്നെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്ത ഹോസ്പിറ്റലിലെ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കേട്ടോ? രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താ നോക്കിയേ, ദ റിക്വസ്റ്റ് ഓഫ് ദ പേഷ്യന്റ് or its relations to make the case MLC must be entertained. Police should be informed. Then the request of the patient or its relations to make the case MLC must be entertained. Police should be informed. അതുപോലെ തന്നെ ഒരു പേഷ്യന്റ്, ഒരു രോഗിയോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻസ് ഉള്ള ആളുകളോ ഒരു കേസ് MLC ആയിട്ട് പരിഗണിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. ആ വിവരം പോലീസിനെ അറിയിക്കണം. എന്താണ് അവിടെ ഉദ്ദേശിച്ച കാര്യം? ഇപ്പൊ ഒരു രോഗിയെ കൊണ്ടുവരാണ്, ഒന്നുകിൽ ആ രോഗി അല്ലെങ്കിൽ ചിലപ്പോൾ ആ രോഗിയുടെ കുടുംബാംഗങ്ങളാവാം അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അവര് ആ ഒരു കേസ് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് പരിഗണിക്കണമെന്ന് അവർ അഭ്യർത്ഥിക്കുകയാണ്, അവർ റിക്വസ്റ്റ് ചെയ്യാണ്. അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലും അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളും അതിനെ എന്തായിട്ട് കണക്കാക്കണം? MLC ആയിട്ട് തന്നെ ആ റിക്വസ്റ്റിന് അവർ പാലിക്കണം. അവരെന്താണോ റിക്വസ്റ്റ് ചെയ്തത് അത് അവര് പാലിക്കണം. ആ വിവരം അവർ ആരെ അറിയിക്കണം? പോലീസിനോട് ഇൻഫോം ചെയ്തിരിക്കണം. മനസ്സിലായത്? സാധാരണ കൊണ്ടുവരുന്ന കേസുകളിൽ ചിലപ്പോൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് അത് MLC ആയിട്ടൊന്നും അവര് ചിലപ്പോൾ അത് പറയണമെന്നില്ല. ഡോക്ടർ ആയിരിക്കും പരിശോധിക്കുമ്പോൾ ഡോക്ടർക്ക് തോന്നുന്നത് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ ഡോക്ടറാണ് അത് MLC കേസായിട്ട് പരിഗണിക്കുക. ഓക്കെ. പക്ഷെ ചില കേസുകളിൽ ഒന്നുകിൽ ഡോക്ടർ, രോഗിയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ഒരു കേസ് മെഡിക്കോ ലീഗൽ കേസായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് അവർ അഭ്യർത്ഥിക്കുകയാണെങ്കിൽ, റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? അത് പാലിക്കണം. ആ പാലിക്കുക മാത്രമല്ല അത് പോലീസിനെ അറിയിക്കുകയും വേണം. അതൊരു MLC കേസായിട്ട് കണക്കാക്കി തന്നെ അത് ആരെ ഇൻഫോം ചെയ്തിരിക്കണം? പോലീസിനെ അറിയിച്ചിരിക്കണം. ഓക്കെ. മൂന്നാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, if any case has already been registered as medico-legal case in another hospital or dispensary, ഇവിടെ ഒരു തിരുത്തുണ്ട് കേട്ടോ, ഒരു തിരുത്തുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം. ആ ഡിസ്പെൻസറി കഴിഞ്ഞിട്ട് a fresh report may not be another hospital or dispensary എന്ന് പറയുന്ന ആ സെന്റൻസ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് വെട്ടി കേട്ടോ. ഇവിടെ വരെ വെട്ടിയിടുന്നെന്ന് അറിയോ? a fresh report may not be another hospital or dispensary. അവിടെ വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വെട്ടിയിടാം കേട്ടോ. ഇത് മീനിങ്ഫുൾ ആയിട്ട് തോന്നില്ല. ഓക്കെ, വെട്ടിയിട്ടോ? ഓക്കെ, വെട്ടിയിരുന്നോ ടെക്സ്റ്റില്? ഓക്കെ, എങ്ങനെ വായിക്കണം? If any case has already been, ഒന്നുകൂടെ പറയണം. അതായത് ഈ സെന്റൻസ് കഴിഞ്ഞിട്ട് if any case has already been registered as medico legal case in another hospital or dispensary, അത് കഴിഞ്ഞിട്ട് വരുന്ന സെന്റൻസ് ഉണ്ടല്ലോ, a fresh report may not be another hospital or dispensary. ഇത്രയും ഭാഗങ്ങൾ വെട്ടിയിട്ടോ, ഓക്കെ. അപ്പൊ വായിക്കേണ്ടത് ഇങ്ങനെയാണ്: if any case has already been registered as medico legal case in another hospital or dispensary, a fresh report may not be prepared, but the case may be labeled as a medico legal, mentioning the previous MLC number and record of further treatment should be kept as MLC. Okay, എന്താണ് അവിടെ പറയുന്നത്? ഇപ്പോ ഒരു കേസ് അത് ഒരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസ്പെൻസറിയിൽ ഒരു കേസ് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കേസ് പുതിയൊരു ആശുപത്രിയിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട? ഒരു ഫ്രഷ് റിപ്പോർട്ട് അവിടെ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്.
അതായത് ഇപ്പൊ ഒരു രോഗിക്ക് അവർക്കൊരു മെഡിക്കോ ലീഗൽ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു കേസ് മെഡിക്കോ ലീഗൽ കേസായിട്ട് ഒരു ആശുപത്രിയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ രോഗിയുടെ ഒരു ഫർദർ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാണ്. അപ്പൊ പുതിയ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈ പുതിയ ഹോസ്പിറ്റൽ എന്ത് ചെയ്യരുത്, ഒരു ഫ്രഷ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്, ഓൾറെഡി മറ്റൊരു ഹോസ്പിറ്റലിൽ അത് MLC ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മറ്റേതെങ്കിലും ആശുപത്രിയിലോ ഡിസ്പെൻസറിയിലോ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് പുതിയ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഒരു ഫ്രഷ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. പുതിയൊരു MLC ആയിട്ട് രജിസ്റ്റർ ചെയ്ത കാര്യം ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ട കാര്യം ഇല്ല. പകരം എന്ത് ചെയ്യണം, ആ കേസ് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് ലേബൽ ചെയ്ത് വെക്കണം. ആ കേസ് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് ലേബൽ ചെയ്തിട്ട് അതില് ആ മുൻപത്തെ MLC നമ്പർ അവിടെ മെൻഷൻ ചെയ്യണം. കാര്യം മറ്റൊരു ഹോസ്പിറ്റൽ അത് MLC ആയിട്ട് രജിസ്റ്റർ ചെയ്ത കേസാണ്. അപ്പൊ അവിടെ MLCയുടെ നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഇവിടെ എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്യണം. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താണ്, ആൻഡ് റെക്കോർഡ് ഓഫ് ഫർദർ ട്രീറ്റ്മെന്റ് ഷുഡ് ബി കെപ്റ്റ് ആസ് MLC. അത് മാത്രമല്ല അതിന്റെ വിശദമായിട്ടുള്ള എല്ലാ പരിശോധനകളും MLC രേഖകളായിട്ട് സൂക്ഷിച്ചു വെക്കാം. അതായത് നിലവിലുള്ള ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റും മറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള എല്ലാ ചികിത്സാ വിവരങ്ങളും MLC ആയിട്ട് അവിടെ സൂക്ഷിച്ചു വെക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് മറ്റേതെങ്കിലും ആശുപത്രിയിലോ ഡിസ്പെൻസറിയിലോ ഈ പറയുന്ന മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കേസ് ഓൾറെഡി MLC ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് പുതിയ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഫ്രഷ് റിപ്പോർട്ട് പുതിയ ഹോസ്പിറ്റൽ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. പകരം അതൊരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് ലേബൽ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ മുമ്പത്തെ MLC നമ്പർ അതിലൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നീട് നടത്തുന്ന എല്ലാ ചികിത്സാ വിവരങ്ങളും MLC ആയിട്ട് അവിടെ രേഖകളായിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെയാണ്. അപ്പൊ ഒന്നുമില്ല, ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു മെഡിക്കോ ലീഗൽ കേസിന്റെ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്നാമത് നമ്മൾ പറഞ്ഞത്, ഒരു പോലീസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ കൊണ്ടുവരുന്ന പരിക്കേറ്റ രോഗികളെല്ലാം തന്നെ നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് കണക്കാക്കിയിരിക്കുക. ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം പുതിയതായിട്ട് കൊണ്ടുവരുന്ന കേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തു കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു രോഗിയോ അവരുടെ കുടുംബാംഗങ്ങളോ ഒരു കേസ് MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റല് എന്ത് ചെയ്യണം, അതിനെ പാലിക്കണം. അവർ പറഞ്ഞ റിക്വസ്റ്റിനെ പാലിക്കണം. അതനുസരിച്ച് ആ വിവരങ്ങൾ പോലീസിനോട് ഇൻഫോം ചെയ്തിരിക്കും. മൂന്നാമത്തെ കാര്യം ഇതാണ്, മറ്റേതെങ്കിലും ആശുപത്രിയിലെ ഡിസ്പെൻസറിയില് ഒരു കേസ് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് ഇതിനോട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ഹോസ്പിറ്റലിലോട്ട് രോഗിയെ കൊണ്ടുവരുന്ന സമയത്ത് പുതിയ ഹോസ്പിറ്റലിൽ ഫ്രഷ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യണം, അതൊരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് ലേബൽ ചെയ്ത് വെക്കുന്ന മുമ്പത്തെ MLC നമ്പറും പരാമർശിക്കുക. വേറൊരു ഹോസ്പിറ്റൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, ആ നമ്പർ ഉണ്ടാവും. ആ നമ്പർ അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. പിന്നീടുള്ള എല്ലാ ചികിത്സാ വിവരങ്ങളും അതിനോടൊപ്പം MLC രേഖകളായിട്ട് സൂക്ഷിച്ചു വെക്കും. ഇതാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കല്ലോ കേട്ടോ. ആ 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? ആ 3 പോയിന്റുകൾ മനസ്സിലായോ? ഇതിന്റെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കൂ കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് ആ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കും. ഓക്കെ ആണോ? ഇത് പറഞ്ഞേ, ഓക്കെ ആണോ? അടുത്ത നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ്. എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ്. മെഡിക്കോ ലീഗൽ കേസുകളുടെ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്തും 3 പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്.
ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഇഫ് എ കേസ് ഈസ് ബ്രോട്ട് ബൈ പോലീസ് several days after the incident for medico-legal examination, the opinion regarding the case is to be given according to the present exam findings and the present condition of the patient. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഒരു ഇൻസിഡന്റ് നടന്നു. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം ഒരു പോലീസ് ഈ പറയുന്ന ഒരു മെഡിക്കോ ലീഗൽ പരിശോധനയ്ക്കായിട്ട് കേസ് ഫയൽ ചെയ്യാണ്ടിരിക്കട്ടെ, പരിശോധനയ്ക്കായിട്ട് വരികയാണ്. മെഡിക്കോ ലീഗൽ പരിശോധനയ്ക്കായിട്ട് കേസ് ഫയൽ ചെയ്താണ്ട് ഹോസ്പിറ്റലിൽ എന്താണ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റല് എന്ത് ചെയ്യണം? നിലവിലുള്ള പരിശോധനാ കണ്ടെത്തലുകളും അതുപോലെ നിലവിലുള്ള ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷന് അതനുസരിച്ച് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ആ ഒരു അഭിപ്രായങ്ങൾ നൽകേണ്ടത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഒരു ഇൻസിഡന്റ് നടന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പോലീസ് മെഡിക്കോ ലീഗൽ പരിശോധനയ്ക്കായിട്ട് കേസ് ഫയൽ ചെയ്ത് അന്വേഷണത്തിനായിട്ട് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും ചോദിക്കും അല്ലെ. ഇപ്പൊ ആ പേഷ്യന്റിനെ പറ്റിയിട്ട് ഹോസ്പിറ്റലിനോട് പല കാര്യങ്ങൾ അവർ അന്വേഷിക്കും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിലവിലുള്ള പരിശോധനാ കണ്ടെത്തലുകളും അതുപോലെ ഇപ്പോഴത്തെ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണ് അതിനനുസരിച്ച് കൊണ്ടാണ് അവർ എന്ത് ചെയ്യേണ്ടത്? കേസിനായിട്ടുള്ള അഭിപ്രായങ്ങൾ നൽകേണ്ടത്. അവർ കൊണ്ടുവന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ വെച്ചിട്ടാണ് നിലവിലുള്ള പരിശോധന കണ്ടെത്തലുകൾ എന്താണ്, അതുപോലെ നിലവിലെ ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണ്, അതനുസരിച്ചിട്ട് വേണം ഹോസ്പിറ്റൽ എന്ത് ചെയ്യാനായിട്ട് അഭിപ്രായങ്ങൾ നൽകാൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു. The case is brought by police several days after the incident for medico-legal examination. The opinion regarding the case is to be given according to the present exam findings. അതൊന്ന് റിലേറ്റ് ചെയ്ത് വെച്ചേ. പ്രസന്റ് എക്സാം ഫൈൻഡിങ്സ് അതുപോലെ പ്രസന്റ് കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്, ഈ രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. പ്രസന്റ് എക്സാം ഫൈൻഡിങ്സും പ്രസന്റ് കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്, ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഒപ്പീനിയൻ പറയുന്നത്, ഈ അഭിപ്രായങ്ങൾ നൽകേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. If a case has already been dealt with a non-medical legal by the first examining doctor in the casualty, it can be made medico-legal by the concerned treating unit doctor if they suspect any foul play at any stage while the patient is in hospital. They have to do all medico-legal formalities in such a case. ഇതാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു കേസ് കൊണ്ടുവരാണ്. ഒരു കേസ് അത് ആ ഫസ്റ്റ് ചികിത്സിക്കുന്ന ഡോക്ടർ സാധാരണ ഇങ്ങനെയുള്ള പെട്ടെന്നൊരു കേസ് കൊണ്ടുവരുമ്പോ ഇങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുവരാം, കാഷ്വാലിറ്റിയിലേക്കാണ് കൊണ്ടുവരാം അല്ലെ. പെട്ടെന്ന് ഇങ്ങനെ വരുന്ന എമർജൻസി കേസുകൾ എവിടേക്കാ എന്തായാലും കൊണ്ടുവരാം? കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ഈ കേസുകൾ അവർ കൊണ്ടുവരാം. അപ്പൊ അവിടെ ആരുണ്ടായിരിക്കാം? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും, CMO എന്ന് പറയും കേട്ടോ. CMO ഇവിടെ ഉദ്ദേശിക്കുന്നത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ കേട്ടോ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ രോഗിനെ ആദ്യം പരിശോധിക്കുന്നത് അവരായിരിക്കും, ആണല്ലോ. അപ്പോ ഒരു കേസ് ഓൾറെഡി ആ രോഗിനെ ചികിത്സിക്കുന്ന ആ ഒരു ഡോക്ടർ, ദാറ്റ് മീൻസ് അത് മിക്കവാറും CMO ആയിരിക്കും, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആയിരിക്കും. അവര് ആ ഒരു കേസിനെ ആദ്യം തന്നെ ഒരു നോൺ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് കൈകാര്യം ചെയ്തിരിക്കട്ടെ. അതായത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് എടുത്തിട്ടില്ല, അത് നോൺ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് അത് കൈകാര്യം ചെയ്തിരിക്കട്ടെ. പക്ഷേ പിന്നീട് ഈ ഒരു രോഗി ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഘട്ടത്തില് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യണം? അത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് അവർക്ക് മാറ്റാവുന്നതാണ്. ചിലപ്പോൾ കൊണ്ടുവരുന്ന ഡോക്ടർക്ക് ചിലപ്പോൾ ഒന്നും തോന്നണമെന്നില്ല, ചിലപ്പോൾ അദ്ദേഹം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഒരു നോൺ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇദ്ദേഹം പരിശോധിക്കുന്ന സമയത്ത്, അതിന് പരിശോധന നടത്തുന്ന സമയത്ത് ഡോക്ടർക്ക് ഒരു എന്താണ് സംശയം തോന്നാണ്, ഇത് ഒരു എന്തെങ്കിലും സംതിങ് റോങ് ആയിട്ട് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ അതെന്തായിട്ട് എടുക്കാം? മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് അത് പരിഗണിക്കാം എന്നാണ് പറയുന്നത്. ഡോക്ടർക്ക് യൂണിറ്റ് ഡോക്ടർക്ക് അത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് മാറ്റാവുന്നതാണ്. അത് മാത്രമല്ല പിന്നീട് അത്തരം കേസുകളില് നമ്മൾ മെഡിക്കോ ലീഗൽ കേസുകളുടെ എല്ലാ നടപടികളും പാലിക്കണം. പിന്നീട് അങ്ങോട്ട് നമ്മൾ അതൊരു മെഡിക്കോ ലീഗൽ കേസ് ആയി കണക്കാക്കി തന്നെ അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കുന്നതാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? അതാണ് രണ്ടാമത്തെ. തുടക്കം ചിലപ്പോൾ നോൺ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. പക്ഷെ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് തോന്നിക്കഴിഞ്ഞാല്
അപ്പൊ തന്നെ അവർക്ക് അത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് മാറ്റാനുള്ള അധികാരമുണ്ട്. അങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് അത് എന്ത് ചെയ്തിരിക്കണം? അത് ഈ പറയുന്ന എല്ലാ മെഡിക്കോ ലീഗൽ ഫോർമാലിറ്റിയോട് കൂടി തന്നെ അതിനെ കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ, കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, നോട്ട് രജിസ്റ്ററിംഗ് എ കേസ് അറ്റ് MLC by CMO shall solely depend on his assessment and not with anybody's request or order. He will be held responsible if anything goes wrong. ഇവിടെ ഉദ്ദേശിക്കുന്ന CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. അതിങ്ങനെ ഓർത്താൽ മതി. കാര്യം ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസുകൾ ആദ്യം കൊണ്ടുവന്നിട്ട് വിളിക്കാം കാഷ്വാലിറ്റിയിലേക്കാണ്. ചിലർക്ക് സംശയമുണ്ട് അത് ചീഫ് മെഡിക്കൽ ഓഫീസർ ആണോ എന്നൊരു സംശയമുണ്ട്. അതല്ല, ഈ മെഡിക്കോ ലീഗൽ കേസുമായിട്ട് നമ്മൾ പറയുന്ന CMO എന്ന് പറയുന്നത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്. ഈ മൂന്നാമത് പറഞ്ഞ പോയിന്റിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അതായത് ഇപ്പൊ ഒരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് പരിഗണിക്കേണ്ട എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു പരിക്കോ അല്ലെങ്കിൽ ഒരു അവസ്ഥയായിട്ട് ഒരു രോഗി ഹോസ്പിറ്റലിൽ വരികയാണ് ഇരിക്കട്ടെ. അങ്ങനെ വരുന്ന സമയത്ത് അത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? CMOക്കാണ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ്. അദ്ദേഹത്തിനാണ് അതിന് പൂർണ്ണോത്തരവാദിത്തം. അത് മറ്റൊരാളുടെ ഒരു തീരുമാനം അല്ല അവിടെ നമ്മൾ പരിഗണിക്കുന്നത്. ഇപ്പൊ ഒരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് പരിഗണിക്കേണ്ട ഒരു കേസ്, ഒരു പരിക്കോ അവസ്ഥയോ ആയിട്ട് ഒരു രോഗി ഹോസ്പിറ്റലിൽ വരികയാണ്. അപ്പൊ അത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ആ ഒരു പവർ, ആ ഒരു അധികാരം ആർക്കാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്കാണ് കേട്ടോ. അതിൽ മറ്റാരുടെയും തീരുമാനം അതിന് അവിടെ പരിഗണിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ തന്നെയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ എടുക്കാം, MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, അത് അവരുടെ തീരുമാനമാണ് കേട്ടോ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ തീരുമാനമാണ് എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് കേട്ടോ. നോട്ട് രജിസ്റ്ററിംഗ് ഈ കേസ് MLC by CMO shall solely depend on his assessment. അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനത്തിനെയാണ് നമ്മൾ അവിടെ പരിഗണിക്കുന്നത്. മറ്റാരുടെ തീരുമാനങ്ങൾ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. അത് മാത്രമല്ല, ആൻഡ് നോട്ട് വിത്ത് എനിബഡീസ് റിക്വസ്റ്റ് ഓർ ഓർഡർ. കണ്ടോ, he will be held responsible if anything goes wrong. എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആർക്ക് തന്നെയാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? 3 കാര്യങ്ങളുണ്ട് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസിന്റെ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, ഒരു ഇൻസിഡന്റ് നടന്ന ദിവസങ്ങൾക്ക് ശേഷം ഒരു പോലീസ് ഈ പറയുന്ന മെഡിക്കോ ലീഗൽ കേസ് അന്വേഷണത്തിനായിട്ട് അവർ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായങ്ങൾ കൊടുക്കേണ്ടത്. നിലവിലുള്ള പരിശോധന കണ്ടെത്തലുകളുടെയും നിലവിലുള്ള അവരുടെ മെഡിക്കൽ കണ്ടീഷനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവര് അഭിപ്രായങ്ങൾ നൽകേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഒരു കേസ് ആ രോഗിയെ പരിശോധിക്കുന്ന ഡോക്ടർ, രോഗിയെ ആദ്യമായിട്ട് പരിശോധിക്കുന്ന ആ ഒരു ഡോക്ടർ, ചിലപ്പോൾ അതൊരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തന്നെയായിരിക്കാം, അദ്ദേഹം ആ ഒരു കേസിനെ നോൺ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ടാണ് ആദ്യം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പിന്നീട് ഈ ഒരു ചികിത്സയുടെ സമയത്ത് അല്ലെങ്കിൽ ഫർദർ ഒബ്സർവേഷൻ നടത്തി കഴിയുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തില് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മെഡിക്കോ ലീഗൽ കേസ് ആക്കിയിട്ട് മാറ്റാം. അപ്പൊ ആ ഒരു പിന്നീട് എന്ത് ചെയ്യണം? മെഡിക്കോ ലീഗൽ കേസുകളുടെ എല്ലാ ഫോർമാലിറ്റീസുകളും കൃത്യമായിട്ട് പാലിച്ചിട്ടായിരിക്കണം ആ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു MLC കേസായിട്ട് രജിസ്റ്റർ ചെയ്ത അസുഖമോ പരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ ഒക്കെ ഉള്ള ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ട് അത് MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്കാണ്. അദ്ദേഹത്തിന്റെ മാത്രം അസിസ്റ്റന്റിന്റെ പുറത്താണ് അത് നിശ്ചയിക്കപ്പെടുന്നത്. മറ്റാരുടെ കൈകടത്തുകൾ അവിടെ പരിഗണിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? എല്ലാ കൺസെപ്റ്റും മനസ്സിലായില്ലേ? വായിച്ചു നോക്കി, അപ്പുറത്തെ പോയിന്റുകളിൽ വായിച്ചു നോക്കി. ഇത് നിങ്ങളിങ്ങനെ വായിക്കുന്ന സമയത്തെ നിങ്ങൾക്ക് തോന്നുന്നു ഇതിന്റെ എന്ത് ക്വസ്റ്റ്യൻ വരാനാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കും. അതിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നൊക്കെ നിങ്ങളോട് ചോദിക്കാം. അതുപോലെ തന്നെ ആരാണ് അതിന്റെ ഉത്തരവാദി, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു തീരുമാനം എടുക്കാൻ ഉത്തരവാദിത്തം ആർക്കാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്കാണ്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഓക്കെ, കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് വലിയ കാര്യമായിട്ട് ചോദ്യം ഒന്നും വരാൻ ചാൻസ് ഞാൻ വിചാരിക്കേണ്ട, വരുന്ന ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹോസ്പിറ്റല് അഭിപ്രായങ്ങൾ ഒപ്പീനിയൻ കൊടുക്കേണ്ടത് ഒരു പോലീസ്? അപ്പൊ ഒന്ന് പ്രസന്റ് എക്സാം ഫൈൻഡിങ്സും പ്രസന്റ് കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്, ഈ 2 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഓക്കെ,
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് പറയുന്നു കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണ് അത്രയും ഭാഗങ്ങള്? അടുത്തയിലേക്ക് നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റ് കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റ് കേട്ടോ. ഒരു മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 10-14 അതുപോലെ 17 കാര്യങ്ങൾ പറയാനുണ്ട്. 17 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ഒരു മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റാണ് ഫോർ ഓൾ ദ 20 ഉണ്ടോ ആണോ? 20 ഇല്ലല്ലോ. 20 ഉള്ളൂ. 20 ഇല്ലല്ലോ. 20 വന്നിട്ട് 20 ഇല്ല കേട്ടോ. 17. അല്ല മിസ്സേ, ആ കൺസെന്റ് കഴിഞ്ഞിട്ട് ആ പോയിന്റ് കഴിഞ്ഞിട്ട് 18, 19, 20 വരുന്നുണ്ട്. എവിടെയാണ്? കൺസെന്റ് നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞ് 17ാമത്തെ പോയിന്റ് കഴിഞ്ഞില്ലേ? അതിന്റെ കണ്ടിന്യൂഷൻ വരുന്നിടത്തുണ്ട് 18, 19, 20 താഴോട്ട്. പക്ഷെ അത് കൺസെന്റിന്റെ ഭാഗത്താണ് വരുന്നത്. നെക്സ്റ്റ് പേജ്. അപ്പൊ നോക്കാം, നമുക്ക് ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഫോർ ഓൾ ദ കേസസ് registered as medico legal, the injury sheet must be filled up in duplicate, wherein all the columns inside the sheet must be completed with the help of a police constable deputed for the for all the cases registered as medico legal, the injury sheet must be filled up in duplicate, wherein all columns inside the sheet must be completed with the help of a police constable deputed for the purpose. നമ്മൾ ഈ പറയുന്ന എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കേസ് ഷീറ്റ് തയ്യാറാക്കണം അല്ലെ? എന്ത് വേണം? ആ ഇഞ്ചുറി ഷീറ്റ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ആദ്യം ഫില്ല് ചെയ്യണം. ഓക്കെ, ഇഞ്ചുറി ഷീറ്റ് മസ്റ്റ് ബി ഫിൽഡ് അപ്പ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. ആ ഇഞ്ചുറി ഷീറ്റ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ആ ഒരു ഷീറ്റിനകത്ത് ഒരുപാട് കോളംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ആ കോളംസുകളെല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് അതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ടാവും. ഓക്കെ, അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ആ കോളംസ് ഫില്ല് ചെയ്യുന്നത്. കേട്ടോ, എന്താണ് മെഡിക്കോ ലീഗൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അതിന്റെ ഇഞ്ചറി ഷീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. പ്രത്യേകം ഓർത്ത് വയ്ക്കാം, മസ്റ്റ് ബി ഫിൽഡ് അപ്പ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അത് ഫില്ല് ചെയ്യണം. ഇനി അതിലെ കോളംസുകൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ്? അതിന് വേണ്ടി തന്നെ നിയോഗിച്ചിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി ആയിരിക്കണം ആ ഒരു ഷീറ്റ് ഫില്ല് ചെയ്യുക. അതിന് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, അതായത് ഒരു മെഡിക്കോ ലീഗൽ കേസ് രജിസ്റ്റർ ചെയ്താൽ ഇഞ്ചുറി ഷീറ്റ് ഏത് രീതിയിലാണ് ഫില്ല് ചെയ്തത്? ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണോ, ഒറിജിനൽ ആയിട്ടാണോ, അല്ലെങ്കിൽ കോപ്പി എടുത്ത് ഫില്ല് ചെയ്യണം? അങ്ങനെയൊക്കെ നിങ്ങളോട് ചോദിക്കാം. എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആയിട്ടാണ് ആദ്യം നമ്മളത് ഫില്ല് ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് ആദ്യം ഫില്ല് ചെയ്യുന്നത്. പിന്നെ നിങ്ങളോട് ചോദിക്കാം, അത് ഫില്ല് ചെയ്യേണ്ടത് ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ്? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല ഈ പോലീസ് കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അവരുടെ സഹായത്തോട് കൂടിയായിട്ട് നമ്മൾ ആ ഒരു ഇഞ്ചുറി ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അത്രയല്ലോ. അത് പോലീസ് കോൺസ്റ്റബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പോലീസ് കോൺസ്റ്റബിൾ ഡെപ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ചെയ്തിരിക്കുക. ആരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ അതാണ്, പോലീസ് കോൺസ്റ്റബിൾ ഡെപ്യൂട്ടഡ് ഫോർ ദ പർപ്പസ്. സെക്കൻഡ് പോയിന്റ്
രണ്ടാമത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺ who brought the patient should be recorded in the case file. അതാണ് name and address of the person who brought the patient should be recorded in the case file. അതുപോലെ തന്നെ ആ പേഷ്യന്റിനെ കൊണ്ടുവരുന്ന വ്യക്തിയുടെ പേര്, അവരുടെ അഡ്രസ്, അത് കൃത്യമായിട്ട് ആ ഒരു കേസ് ഫയലിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കണം. ആരുടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? പേഷ്യന്റിന്റെ മാത്രമല്ല, പേഷ്യന്റിന്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞ, പേഷ്യന്റിനെ കൊണ്ടുവരുന്ന വ്യക്തിയുടെ പേരും വിലാസവും കൃത്യമായിട്ട് നമ്മൾ ആ കേസ് ഫയലിൽ റെക്കോർഡ് ചെയ്യും. എന്തായാലും പേഷ്യന്റിന്റെ വിവരങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും, അത് ഉറപ്പാണ്. പക്ഷെ പേഷ്യന്റിനെ കൊണ്ടുവരുന്നത് ആരാണോ അവരുടെ പേരും അഡ്രസ്സും കൂടെ ആ ഒരു കേസ് ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ്, മൂന്നാമത്തെ കാര്യം പറയുന്നത്, while filling the injury sheet, special emphasis should be given to name, age, sex, date and time of arrival, and also on detailed example of the injury, like its number, its dimension, its position and margins. ഇതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഈ ഒരു ഇഞ്ചുറി ഷീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ആ ഒരു പേഷ്യന്റിന്റെ പേര്, അതുപോലെ അവരുടെ വയസ്സ്, അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, ഏത് സമയത്താണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് അറൈവൽ, ഏത് സമയത്ത്, ഏത് തീയതി, ഏത് ഡേറ്റിലാണ് അവർ എത്തിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യണം, ഈ പറയുന്ന പോലെ ഫോക്കസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അവിടെ ഊന്നൽ കൊടുക്കണം. അവിടെ അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിച്ചത്. പേര് വേണം, അവരുടെ വയസ്സ് വേണം, അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, മെയിലാണോ ഫീമെയിലാണോ, പിന്നെ ഏത് സമയത്ത്, എന്നാണ്, ഏത് ഡേറ്റിലാണ്, ഏത് സമയത്താണ് അവരെ എത്തിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം, അതിന് ഊന്നൽ കൊടുക്കണം, അതിന് ഫോക്കസ് കൊടുക്കണം കേട്ടോ. അത് മാത്രമല്ല, ആൻഡ് ആൾസോ ഓൺ ദ ഡീറ്റെയിൽഡ് എക്സാം, അതുപോലെ അവരുടെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്കും അവിടെ പ്രാധാന്യം കൊടുക്കണം. വിശദമായ പരിശോധന എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? Of the injury, like its number, its dimension and its position and margin. അങ്ങനെ ആ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പരിക്കിന്റെ നമ്പർ, മീൻസ് എത്ര മുറിവുകളുണ്ട്, ഒരു ഇഞ്ചുറി കേസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്, എത്ര മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ അതിന്റെ ഡയമെൻഷൻ, അതിന്റെ ആ ഒരു അളവ്, എത്രത്തോളം അളവിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പൊസിഷൻ, എവിടെയൊക്കെയാണ് മുറിവുകൾ സംഭവിച്ചിട്ടുള്ളത്, പിന്നെ അതിന്റെ മാർജിൻസ്, അതിന്റെ ഒരു വ്യാപ്തി, അല്ലെ, എത്രത്തോളം വ്യാപ്തി, മീൻസ് അത് ഗുരുതരമായിട്ടുള്ള പരിക്കാണോ, അത് വളരെ ലളിതമായിട്ടുള്ള പരിക്കാണോ, അപകടകരമായിട്ടുള്ള ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള മുറിവുകളാണോ, അങ്ങനെ ആ ഒരു, അതാണ് അത്തരത്തിലുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾക്കും അവിടെ ഊന്നൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? while filling the injury sheet, special emphasis should be given to name, age, sex, date and time of arrival, and also on the detailed examples of the injury, like its number, its dimension, its position and margin. Okay, clear ആണോ? ജസ്റ്റ് വായിക്കുക, അല്ലെങ്കിൽ പറയാം.
വായിച്ചു നോക്കിയോ? ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? അപ്പൊ 3 പോയിന്റുകൾ കഴിഞ്ഞു കേട്ടോ. നാലാമത്തത്, if it is not possible to give an opinion regarding the nature of injury immediately, a case may be mentioned under observation. Under observation ഉള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അതായത് നമ്മളിപ്പോ ഈ ഇഞ്ചുറിയുടെ ആ ഒരു നേച്ചർ, ആ ഏത് ടൈപ്പ് ഓഫ് ഇഞ്ചുറി ആണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ആ ഇഞ്ചുറി ഷീറ്റ് ഫിൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഇഞ്ചുറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിന് രേഖപ്പെടുത്തും. അതിന്റെ നമ്പർ, എത്ര മുറിവുണ്ട്, അതിന്റെ ഡയമെൻഷൻ, അതിന്റെ പൊസിഷൻ, മാർജിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ചിലപ്പോ നമുക്ക് ആ ഒരു ഇഞ്ചുറിയുടെ തരം എന്താന്നുള്ളത് ഉടനടി നമുക്ക് പറയാൻ സാധിച്ചില്ലാതിരിക്കട്ടെ. പെട്ടെന്ന് നമുക്ക് അതിനെ പറ്റി ഒരു ഒപ്പീനിയൻ നൽകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കേസ് മേ ബി മെൻഷൻ അണ്ടർ ഒബ്സർവേഷൻ. അപ്പൊ നമ്മളത് അണ്ടർ ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ അവിടെ മെൻഷൻ ചെയ്തിരിക്കും. അതാണ് അവിടെ പറയുന്നത്. കേസ് മേ ബി മെൻഷൻഡ് അണ്ടർ ഒബ്സർവേഷൻ. അപ്പൊ നമുക്ക് ആ ഇഞ്ചുറി ഷീറ്റിൽ അപ്പൊ ഉടനടി ചില കേസുകൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ചിലപ്പോഴൊക്കെ ചിലത് കാണുമ്പോൾ തന്നെ ഡോക്ടർക്ക് കാര്യങ്ങൾ നോക്കി ഇത്രയാണെന്ന് പെട്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ചില കേസുകളിൽ അത് കുറെ കൂടെ ഫർദർ പരിശോധന ചിലപ്പോൾ ആവശ്യമാണ്. അല്ലെങ്കിൽ പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. കാര്യം രോഗിയുടെ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്. പെട്ടെന്ന് ഒരു എമർജൻസി ട്രീറ്റ്മെന്റിലേക്ക് ചിലപ്പോൾ അവരെ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ നമുക്ക് അത് ഒബ്സർവ് ചെയ്യാനൊരു സമയം കിട്ടിയില്ല എന്ന് വരാം, അല്ലെ? അപ്പൊ അങ്ങനെ ഇമീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ഒപ്പീനിയൻ പറയാൻ കഴിയാത്ത പക്ഷം നമ്മൾ അത് എന്തായിട്ട് മെൻഷൻ ചെയ്യണം? അണ്ടർ ഒബ്സർവേഷൻ, നിരീക്ഷണത്തിലാണ് എന്നുള്ള രീതിയിൽ ആ ചാർട്ട് ഷീറ്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അണ്ടർ ഒബ്സർവേഷൻ ചിലപ്പോൾ ചോദിക്കാം, ഇമീഡിയറ്റ് ആയിട്ട് പറയാൻ കഴിഞ്ഞതിൽ എന്താണ് മെൻഷൻ ചെയ്തത്? എന്താണ് മെൻഷൻ ചെയ്തത്? അണ്ടർ ഒബ്സർവേഷൻ എന്നുള്ള രീതിയിലാണ് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, the final opinion can be given on a later date. അപ്പൊ ഫൈനൽ ഒപ്പീനിയൻ, ആ ഒരു ഫൈനൽ ഒപ്പീനിയൻ എന്നുള്ളത് പിന്നീട് ഒരു ദിവസം നൽകിയാൽ മതി. ഓക്കെ, but it remains the responsibility of the CMO who saw the case first to collect information and give a final opinion. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. നമുക്ക് ഉടനടി കൊടുക്കാൻ പറ്റിയില്ല, ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ മറ്റേതെങ്കിലും ദിവസം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫൈനൽ ഒപ്പീനിയൻ കൊടുത്താൽ മതി. പക്ഷേ ആ ഒരു കേസ് ആദ്യം അറ്റൻഡ് ചെയ്തിട്ടുള്ള, ഫസ്റ്റ് കണ്ടിട്ടുള്ള നമ്മുടെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്കാണ് ആ ഒരു അന്തിമ അഭിപ്രായം നൽകുന്നതിനും അതുപോലെ ആ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ആരുടെ ആയിരിക്കും? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ ആയിട്ട് തുടരുമെന്നാണ് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന CMO കാഷ്വാലിറ്റിയിലേക്കാണ് ഇങ്ങനത്തെ കേസ് കൊണ്ടുവരാം. സ്വാഭാവികമായിട്ട് ആ കേസിന് ആദ്യം അറ്റൻഡ് ചെയ്തത് ആദ്യം കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആയിരിക്കും, ആണല്ലോ. അപ്പൊ പെട്ടെന്ന് അഭിപ്രായം പറയാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നീട് ഒരു ദിവസം അത് ഫൈനൽ ഒപ്പീനിയൻ കൊടുത്താൽ മതി. പക്ഷെ അതുവരെ ആ ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കാനും ആ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തികച്ചും കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ ആയിട്ട് തുടരും. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ഇഫ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഹാസ് അറ്റൻഡഡ് എനി കേസ്, ഹി വിൽ ഗിവ് ദ ഫൈനൽ ഒപ്പീനിയൻ. അതേസമയം ചിലപ്പോൾ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഈ കേസ് അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ നോക്കി അദ്ദേഹം ചിലപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറുടെ അടുത്തേക്ക് റെഫർ ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെ ആവാമല്ലോ. ഒന്നുകിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഉണ്ടാവില്ല, ചിലപ്പോൾ അവിടെ വല്ല സ്പെഷ്യാലിറ്റി ഡോക്ടർ ഉണ്ടെങ്കിൽ അവരായിരിക്കും ചിലപ്പോൾ ആ കേസ് അറ്റൻഡ് ചെയ്യുന്നത്. അത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഒരു പക്ഷേ കുറച്ച് ഒരു ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറുടെ അടുത്തേക്ക് റെഫർ ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കേണ്ടത്. അദ്ദേഹമാണ് ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് സിമ്പിൾ ഓർ ഡേഞ്ചറസ്, അതായത് ഗുരുതരമായിട്ടുള്ള പരിക്കാണോ അതോ സിമ്പിൾ ആയിട്ടുള്ള പരിക്കാണോ, അങ്ങനെയുള്ളൊരു ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കേണ്ടത് ആരായിരിക്കും? സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആയിരിക്കും. അതിന് മനസ്സിലായോ? അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അതായത് ഒരു ഒപ്പീനിയൻ കൊടുക്കാനുള്ള ആ ഒരു ഫൈനൽ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ്. പക്ഷെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആ കേസിൽ ഇൻവോൾവഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ആ കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനായിരിക്കും ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഓക്കെ,
ചിലപ്പോൾ എല്ലാ കേസിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഒന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. കേസിൽ CMO തന്നെ കൊടുക്കാം. അതല്ല CMOന്റെ ചിലപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇൻവോൾവ്ഡ് അല്ലെങ്കിൽ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് ആ ഒരു കേസിന്റെ ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിരുന്നു ജസ്റ്റ് വായിച്ചു നോക്കിയത് 4-5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, 6ാമത്തെ പോയിന്റ് ഇതാണ്. If a patient is admitted, it must be mentioned in the injury sheet. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് നമ്മൾ ആ ഇൻജുറി ഷീറ്റ് മെൻഷൻ ചെയ്തിരിക്കും. എങ്ങനെയാണ് മെൻഷൻ ചെയ്യേണ്ടത്? ഇങ്ങനെ മെൻഷൻ ചെയ്യണം, അഡ്മിറ്റഡ് ഫോർ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഡബിൾ ഇൻവെർട്ടഡ് കോമയാണ് കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്യണം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എങ്ങനെയാണ് മെൻഷൻ ചെയ്യേണ്ടത്? അഡ്മിറ്റഡ് ഫോർ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആൻഡ് മാനേജ്മെന്റ്. അതായത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്കും മാനേജ്മെന്റിനുമായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു, പെട്ടെന്ന് നമുക്കൊരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അണ്ടർ ഒബ്സർവേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നത് ചാർജ് ഷീറ്റ്. അതുപോലെ തന്നെയാണ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ അതും ഇൻജുറി ഷീറ്റിൽ മെൻഷൻ ചെയ്യണം. എങ്ങനെ മെൻഷൻ ചെയ്യണം? അഡ്മിറ്റഡ് ഫോർ ദ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, അടുത്തത് 7ാമത്തെ പോയിന്റ്, ടൈപ്പ് ഓഫ് വെപ്പൺ ഇഫ് പോസിബിൾ മസ്റ്റ് ബി മെൻഷൻ വെദർ ബ്ലന്റ് ഓർ ഷാർപ്പ്, ഹാർഡ് ബ്ലന്റ്, സോഫ്റ്റ് ബ്ലന്റ്, കട്ടിംഗ് വെപ്പൺ, സ്റ്റാബിംഗ് വെപ്പൺ, ഫയർ ആം ഓൺ ദ ബേസിസ് ഓഫ് ഇൻജുറി ഓർ എക്സാമിനേഷൻ. ഇപ്പൊ നമ്മൾ ഈ മുറിവൊക്കെ സംഭവിച്ചിട്ടുള്ള കേസുകളൊക്കെ വരികയാണ്, ഇൻജുറി കേസുകളൊക്കെ വരുവാണെങ്കിൽ കഴിയുമെങ്കിൽ ഏത് വെപ്പൺ, എന്ത് ആയുധ മൂലമാണ് ആ ഒരു മുറിവുണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അവിടെ പരാമർശിച്ചിരിക്കണം. അത് പരാമർശിക്കുകയാണെങ്കിൽ നല്ലതാണ്. പോസിബിളിനെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. സാധിക്കുമെങ്കിൽ എന്ത് വെപ്പൺ കൊണ്ടാണ് ആ മുറിവ് ഉണ്ടായിട്ടുള്ളത് എന്ന് ആ ഒരു പരിശോധന, ആ ഒരു മുറിവിന്റെ പരിശോധനയുടെ ബേസിൽ ഏത് വെപ്പൺ ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ഏത് വെപ്പൺ ആണ് അതിൽ വന്നിട്ടുള്ളത് എന്ത് ചെയ്തിരിക്കണം? മെൻഷൻ ചെയ്തിരിക്കണം. എങ്ങനെ മെൻഷൻ ചെയ്യണം? ഇത് ബ്ലണ്ട് ഓർ ഷാർപ്പ്, കടുപ്പമുള്ള വെപ്പൺ ആണോ, അല്ലെങ്കിൽ മൂർച്ചയേറിയിട്ടുള്ള എന്തെങ്കിലും വെപ്പൺസ് ആണോ, അതുപോലെ തന്നെ കട്ടിംഗ് വെപ്പൺ ആണോ, മുറിക്കാൻ ഉപയോഗിക്കുന്ന വെപ്പൺ ആണോ, അതുപോലെ തന്നെ കുത്താൻ ഉപയോഗിക്കുന്ന വെപ്പൺ ആണോ, അങ്ങനെയുള്ളതിന് അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. നമ്മള് സാധാരണ ഇങ്ങനെ കൊലപാതകങ്ങള് അല്ലെങ്കിൽ മരണം, സൂയിസൈഡ് അങ്ങനത്തെ കേസുകളൊക്കെ വരുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിയുമ്പോൾ പറയാറുണ്ട് അല്ലെ, അതായത് വെപ്പൺ കൊണ്ടാണ് കൊടുക്കും പറ്റുന്നത്, ഇത്ര അല്ലെ കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്റെ വെപ്പണാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇതിന്റെ വെപ്പൺ കൊണ്ട് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ആഴത്തിൽ കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്, അല്ലെ ഇതൊരു കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ്. ചിലപ്പോ വെപ്പൺ ഏതാണ് കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ അവർ പറയും കട്ടിങ്ങിന് സ്റ്റാബിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു വെപ്പണാണ് ഒഴിവിന് കാരണമായിട്ടുള്ളത്. അങ്ങനെയൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളോ അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, പിന്നെന്താണ് 8ാമത്തെ പോയിന്റ്, നേച്ചർ ഓഫ് ഇൻജുറി മേ ബി മെൻഷൻഡ്. ഗ്രീവസ് ഓർ ഡേഞ്ചറസ് ഓർ സീരിയസ്. അപ്പൊ ആ ഇൻജുറിയുടെ നേച്ചർ നേരത്തെ പറഞ്ഞതാണ് അല്ല, ഇൻജുറിയുടെ നേച്ചർ ഏത് തരത്തിലുള്ള എങ്ങനെയുള്ള മുറിവാണ് എന്നുള്ളതും കൂടെ നമ്മൾ ആ ചാർജ് മെൻഷൻ ചെയ്തിരിക്കുന്നു. അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണോ, ഗ്രീവസ് ആണോ, ഡേഞ്ചറസ് ആണോ, അല്ലെ സിമ്പിൾ ആയിട്ടുള്ള മുറിവാണോ, അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ളതോ, ഗുരുതരമായിട്ടുള്ള മുറിവുകളാണോ എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പരാമർശിച്ചിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ഇൻ കേസ് ഓഫ് സസ്പെക്ടഡ് പോയ്സണിംഗ് ഇറ്റ് മസ്റ്റ് ബി മെൻഷൻഡ് ആസ് ദ പോയ്സണിംഗ് നേച്ചർ നോട്ട് നോൺ ഇൻസ്റ്റെഡ് ഓഫ് അൺനോൺ പോയ്സണിംഗ്. ഇനി നമ്മൾ വല്ലൊരു പോയ്സണിംഗ് കേസ്, മെഡിക്കൽ ലീഗൽ കേസസ് ആണല്ലോ, സസ്പെക്ടഡ് ആയിട്ട് ഒരു പോയ്സണിംഗ് കേസ് ആണ്, ഒരു ഭക്ഷ്യ വിഷബാധയൊക്കെ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കും. അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോ നമ്മൾ അവിടെ എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്? ചാർജ് ഷീറ്റിൽ നമ്മൾ എങ്ങനെയാണ് അത് മെൻഷൻ ചെയ്യുന്നത്? പോയ്സണിംഗ് നേച്ചർ നോട്ട് നോൺ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അതായത് എന്തല്ല, അൺനോൺ പോയ്സണിംഗ് എന്നല്ല നമ്മൾ രേഖപ്പെടുത്തുന്നത്. അൺനോൺ പോയ്സണിംഗ് എന്നല്ല, പകരം പോയ്സണിംഗ് നേച്ചർ നോട്ട് നോൺ,
ഭക്ഷ്യ വിഷബാധയുടെ കാരണം വ്യക്തമല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ എഴുതുന്നത്. അതായത് അൺനോൺ പോയിസണിങ് അല്ല എഴുതുന്നത്. അതൊക്കെ നോട്ട് ചെയ്തിരിക്കുക. ഓക്കെ, ക്ലിയർ. ഇനി 10ാമത്തെ പോയിന്റ് ഇതാണ്. ഇൻ വെരി ക്രിട്ടിക്കൽ കേസസ് where the management is the first priority, the general finding may be noted and the patient may immediately be admitted for immediate treatment, and above facts must be mentioned on the injury sheet. Also that the case has been admitted for further detailed exam and managed. Okay, എന്താണ് അവിടെ പറയുന്നത്? ഇപ്പൊ ചില ഭയങ്കര ക്രിട്ടിക്കൽ കേസുകൾ, അതായത് നമ്മുടെ മാനേജ്മെന്റിന് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കേസുകൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ചിലപ്പോൾ സമയം ഉണ്ടാകും. നേരത്തെ പറഞ്ഞില്ലേ, ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ നമുക്കത് പരിശോധിച്ച് ചാർജ് ഷീറ്റിൽ മുൻപിന്റെ എണ്ണം രേഖപ്പെടുത്താനൊന്നും ചിലപ്പോൾ സമയം കിട്ടില്ല. കാര്യം രോഗിയുടെ കണ്ടീഷൻ അത്രയും ക്രിട്ടിക്കൽ ആയിരിക്കും. അവർ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസാണ് ഈ പറയുന്നത്. അപ്പൊ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസിൽ ഈ ഒരു പറയുന്ന മാനേജ്മെന്റ് ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ കൊടുക്കേണ്ട കേസ് ഈ ജനറൽ ഫൈൻഡിങ്സ് ഒക്കെ നോട്ട് ചെയ്തിരിക്കണം. എന്നാൽ കൊണ്ടുവരുമ്പോ പൊതുവായിട്ട് അത് കാണുന്ന കാര്യങ്ങളൊന്നുമില്ല. ജനറൽ ഫൈൻഡിങ്സ് എല്ലാം തന്നെ നോട്ട് ചെയ്തിരിക്കണം. അതിനുശേഷം ആ ഒരു രോഗിയെ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ എമർജൻസി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവരെ അഡ്മിറ്റ് ചെയ്യാം. ആ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഇഞ്ചുറി ഷീറ്റിൽ രേഖപ്പെടുത്തും. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇഞ്ചുറി ഷീറ്റിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം ആൾസോ ദാറ്റ് ദ കേസ് ഹാസ് ബീൻ അഡ്മിറ്റഡ് ഫോർ ഫർദർ ഡീറ്റെയിൽഡ് എക്സാം ആൻഡ് മാനേജ്മെന്റ്. വിശദമായിട്ടുള്ള ഒരു പരിശോധനയ്ക്കും മാനേജ്മെന്റിനും വേണ്ടിയിട്ട് നമ്മൾ ആ കേസ് അഡ്മിറ്റ് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു ഷീറ്റിനകത്ത് പരാമർശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? 10 പോയിന്റുകൾ ഓക്കെ ആണോ? കാണിച്ചു നോക്കി, 10 പോയിന്റ് ഉണ്ടെന്ന് കാണിച്ചു നോക്കി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ പോയിന്റിലാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് കേട്ടോ. 11ൽ പറയുന്നത് എ ഫ്രഷ് ഇഞ്ചുറി ഷീറ്റ് may not be prepared if it had already been registered as a medical legal by some other hospital or doctor. നേരത്തെ പറഞ്ഞല്ലോ, മറ്റേതെങ്കിലും ഹോസ്പിറ്റലില് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസ്പെൻസറിയില് MLC കേസ് ആയിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് പുതിയ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു ഫ്രഷ് ഇഞ്ചുറി ഷീറ്റ് അവിടെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്? ഓൺലി പ്രീവിയസ് മെഡിക്കൽ ലീഗൽ രജിസ്ട്രേഷൻ നമ്പേഴ്സ് മേ ബി മെൻഷൻഡ് ഇൻ ദ ഡോക്യുമെന്റ് ആസ് എ മെഡിക്കൽ. അപ്പൊ എന്ത് ചെയ്താൽ മാത്രം മതി? മെഡിക്കൽ ലീഗൽ കേസ് ആണ് ജസ്റ്റ് ഒന്ന് ലേബൽ ചെയ്ത് വെക്കുക. ആ മുമ്പത്തെ MLC നമ്പർ കൂടെ അതിനകത്ത് പരാമർശിക്കും. അത് മാത്രം അവിടെ ചെയ്താൽ മതി. അതിന് പുതുതായിട്ടൊരു ഇഞ്ചുറി ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊക്കെ വരുന്നില്ല. ഓക്കെ, അടുത്തത് 12ാമത്തെ പോയിന്റ് ആണ്. ഇഫ് എ ഡിസിഷൻ is taken to make a medical legal case after admission, the treating unit doctor not below the rank of senior resident of medical should prepare the injury sheet. Now, അത് നോട്ട് ചെയ്ത് വെക്കാം. അതായത് ഒരു അഡ്മിഷൻ കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒരു മെഡിക്കൽ ലീഗൽ കേസ് ആക്കാനുള്ള ഒരു തീരുമാനം വരികയാണെന്ന് വിചാരിക്കാം. അതൊരു അഡ്മിഷൻ നടത്തിയതിനു ശേഷം അതൊരു മെഡിക്കൽ ലീഗൽ കേസ് ആയിട്ട് കണക്കാക്കാൻ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ ട്രീറ്റിംഗ് യൂണിറ്റ് ഡോക്ടർ, ആ യൂണിറ്റ് ഡോക്ടർ ആണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇഞ്ചുറി ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോ കൊണ്ടുവരുമ്പോ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ചിലത് നോൺ മെഡിക്കൽ ലീഗൽ കേസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിനെ പരിഗണിക്കുന്നത്. പക്ഷെ പിന്നീട് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി മറ്റുള്ള ഇതൊക്കെ പരിശോധിക്കുമ്പോഴാവും ചിലപ്പോൾ അതൊരു മെഡിക്കൽ ലീഗൽ കേസ് ആണെന്ന് ഡോക്ടർക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ ഒരു സംഭവം പറഞ്ഞില്ലേ, തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഡ്മിഷൻ എടുത്തതിന് ശേഷം, അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം അതൊരു മെഡിക്കൽ ലീഗൽ കേസ് ആയിട്ട് എടുക്കാനുള്ള ഒരു തീരുമാനം വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു ഇഞ്ചുറി ഷീറ്റ് തയ്യാറാക്കേണ്ടത് ആരാണ്? ട്രീറ്റിംഗ് ഡോക്ടറാണ്. അവര് ചികിത്സിക്കുന്ന ഡോക്ടർ. ആ ഡോക്ടർക്ക് ഒരു പ്രത്യേകതയുണ്ട്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് SR or MO. SR എന്താന്ന് അറിയോ? സീനിയർ റെസിഡന്റ് കേട്ടോ. എഴുതി വെക്കണേ, അറിയില്ലെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. സീനിയർ റെസിഡന്റ് ഡോക്ടർ. ഹൈസ്കൂളിൽ നമ്മൾ പഠിച്ചില്ലേ ജൂനിയർ റെസിഡന്റ്. സീനിയർ റെസിഡന്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഡോക്ടർ ആണ് കേട്ടോ. സീനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. സീനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഡോക്ടറാണ് സീനിയർ റെസിഡന്റ് ഡോക്ടർ.
MO മീൻസ് മെഡിക്കൽ ഓഫീസർ. ഒരു മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഒരു സീനിയർ റെസിഡന്റിന്റെ പദവിയിൽ താഴെ അല്ലാത്ത ഏകദേശം അങ്ങനെയുള്ളൊരു ഡോക്ടർമാർ അതിന്റെ പദവിയിൽ താഴെ അല്ലാത്ത ഒരു ഡോക്ടർ ആയിരിക്കണം എന്ത് തയ്യാറാക്കിയിട്ടുണ്ട്, ഇൻജുറി ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വെച്ചാൽ 13ാമത്തെ പോയിന്റ് ഇതാണ്. ഇൻ ദ മെഡിക്കോ ലീഗൽ കേസ് a death injury sheet must be prepared where all details about the case may be mentioned. അതായത് ഒരു മെഡിക്കോ ലീഗൽ കേസിൽ ഒരു ഡെഡ് ഇഞ്ചുറി ഷീറ്റ് that must be prepared where all details about the case may be mentioned. ഡെഡ് ഇഞ്ചുറി ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പേരിൽ തന്നെ മനസ്സിലാവും. ഡെഡ് ഇഞ്ചുറി ഷീറ്റ് ദാറ്റ് മീൻസ് നമ്മൾ സാധാരണ പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഡിസീസിന്റെ പേഴ്സണിൽ നിന്ന് കണ്ടെത്തുന്ന ചില ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള വിശദാംശങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡെഡ് ഇഞ്ചുറി ഷീറ്റ് അവിടെ എന്ത് ചെയ്തിരിക്കണം, അതും എല്ലാ പരിശോധനാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെഡ് ഇഞ്ചുറി ഷീറ്റ് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോ ഡെഡ് കേസ് ആയി കഴിഞ്ഞാൽ അതായത് മരണപ്പെട്ട കേസുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടത്തും. ഈ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഓട്ടോപ്സി ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡിസീസിന്റെ പേഴ്സണിൽ നിന്ന് കണ്ടെത്തുന്ന കുറെ കാര്യങ്ങൾ അതെ, അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മെഡിക്കൽ ലീഗൽ കേസ്. ഓക്കെ, ക്ലിയർ ആയോ? 13 പോയിന്റുകൾ ഓക്കെ ആണോ? ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ പറ്റും. വളരെ സ്ലോയിലാണ് എടുത്തത്, വേറെ കൊണ്ടല്ല, നമുക്ക് സമയമുണ്ട്, അതുകൊണ്ടാണ് പതുക്കെ എടുത്തത്. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. 15 ഫെബ്രുവരി ലാസ്റ്റ് വരെ നമുക്ക് സമയമുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും, 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് ഞാൻ എടുത്ത ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് റിവിഷൻ നമുക്ക് നടത്താം കേട്ടോ. അപ്പൊ റിവിഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്ററുകളൊന്ന് വായിക്കുക. ഏത് ചാപ്റ്റർ ആണോ അടുത്ത ക്ലാസ്സിൽ റിവൈസ് ചെയ്തിട്ട് ആ ചാപ്റ്റർ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് വായിക്കാം, വായിച്ചിട്ട് ക്ലാസ്സിൽ നിർബന്ധമായിട്ട് പറയുകയല്ല, കാരണം ഓരോരുത്തരുടെ സൗകര്യങ്ങളും അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സാധിക്കുമെങ്കിൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ ആണ് ആവശ്യം. സാധിക്കുമെങ്കിൽ ആ റിവൈസ് ചെയ്ത ചാപ്റ്റർ ഒന്ന് വായിക്കാം. വളരെ കഴിഞ്ഞ ചാപ്റ്ററുകളാണ്, നമുക്ക് വായിക്കാം. ഫുൾ വായിക്കാൻ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് പേജസ് ആയാലും ഓക്കെ വായിച്ചു വരും. വായിച്ച് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ പറയാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പരമാവധി അവിടെ വെച്ച് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചു പോകാം കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ പഠിക്കാൻ വേറെ സമയം കിട്ടാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവിടെ വെച്ച് തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നീട് അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടത്. അപ്പൊ ശരി കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു മാം. Thank you, ma'am.